ട്രാവൽ പിക് ബൈ ഉണ്ണി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തിരുവനന്തപുരം സൂ എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ്. വെൽക്കം ടു ക്യാപിറ്റൽ സിറ്റി ഓഫ് കേരള. നമ്മളിപ്പോൾ വണ്ടി ഓടിച്ച് ഏകദേശം ട്രിവാൻഡ്രം സിറ്റിയിൽ LMS ജംഗ്ഷനിൽ നിൽക്കുകയാണ്. ഇവിടെ എല്ലായ്പ്പോഴും അതികഠിനമായിട്ടുള്ള ട്രാഫിക് ബ്ലോക്ക് അനുഭവപ്പെടാറുണ്ട്. പിന്നെ അവിടെ നമ്മൾ നേരെ സൂവിൻ്റെ എൻട്രൻസിലേക്ക് എത്തി. ഇവിടെ നമ്മൾ കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം 150 രൂപയോളം ചിലവാകും. കാറ് ഇതിനകത്ത് പാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആണ് 150 രൂപ നമ്മൾ കൊടുക്കേണ്ടി വരുന്നത്. വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ സമയത്ത് നമുക്ക് കാർ ഇവിടെ കാർ പാർക്കിങ്ങിൽ കൊണ്ട് കാർ ഇടാൻ പറ്റും. പിന്നെ അധികം തിരക്കുകളൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ് കാർ പാർക്കിംഗ് ഏരിയ വന്നിട്ട്. നമുക്ക് വിശാലമായിട്ട് തന്നെ കാറൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഈ നേരെ കാണുന്നതാണ് നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെ പ്രശസ്തമായിട്ടുള്ള ഒരു ആർട്ട് ഗാലറി വരുന്നത് ഇവിടെയാണ്. നമ്മളിവിടെ ഇതിൻ്റെ മ്യൂസിയവും ആർട്ട് ഗാലറിയും ഇവിടെയാണ് വരുന്നത്. പക്ഷെ നമ്മളിന്ന് സൂ മാത്രമാണ് എക്സ്പ്ലോർ ചെയ്യുന്നത്. ഏകദേശം ഒരു 2-2.5 മണിക്കൂറോളം നമുക്ക് സൂ തന്നെ കാണാനുണ്ട്. നടന്ന് മൊത്തം കാണാനുണ്ട്. അപ്പോൾ നമ്മൾ നേരെ നടന്ന് ടിക്കറ്റ് എടുക്കുന്ന സ്ഥലത്തേക്ക് എത്തി. ഈ ടിക്കറ്റ് കൗണ്ടറിന് മുന്നിൽ വളരെ നല്ലൊരു തിരക്കാണ് അനുഭവപ്പെടുന്നത്. ശരി, നമുക്ക് എനിക്കൊന്നും എല്ലാവരും ടിക്കറ്റ് എടുക്കാനും നല്ല നിൽക്കുന്നതെന്ന് തോന്നുന്നത്. കുറച്ച് പേരൊക്കെ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്നതെന്ന് തോന്നുന്നു. എന്നാലും നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ടിക്കറ്റ് എടുക്കാം നോക്കാം. നമ്മൾ ഈ ക്ലോക്ക് റൂം എന്ന റൂം കണ്ടോ? ഈ ക്ലോക്ക് റൂമിലാണ് കൊണ്ടുവരുന്ന ക്യാമറകളൊക്കെ നമ്മൾ സൂക്ഷിച്ച് വെക്കേണ്ടത്. ഒരു പക്ഷേ നമുക്ക് അകത്ത് ക്യാമറ കൊണ്ടുപോകണമെങ്കിൽ ഇവിടെ നിന്ന് അതിന് ചെറിയൊരു ഫീസ് ഉണ്ട്. ആ ഫീസ് അടച്ചു വേണം കൊണ്ടുപോകാൻ വേണ്ടി. പിന്നെ എൻ്റെ കൊച്ചും വളരെ ഉത്സാഹത്തോടെയാണ് സൂ ഒക്കെ എക്സ്പ്ലോർ നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ ടിക്കറ്റ് കിട്ടി. നമുക്ക് ഏകദേശം 30 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റിന്. കുഞ്ഞിന് ബിലോ 5 ആയതുകൊണ്ട് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. ശരിക്കും നമ്മൾ എൻട്രൻസിലേക്ക് അകത്ത് കയറിയ ശേഷം വീണ്ടും ഒരു ചെറിയ ഗേറ്റ് ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ ടിക്കറ്റ് കാണിക്കണം. കാണിച്ച ശേഷം അവരത് കീറി റിട്ടേൺ തരും. അങ്ങനെ നമ്മൾ സൂവിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചു. എൻട്രി ശേഷം ആദ്യം അകത്തോട്ട് കയറുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന വലതുഭാഗമായിട്ട് കാണാൻ പറ്റുന്ന കാട്ടുപോത്തിനെയാണ്. കാണാൻ നല്ല അഴകുള്ള കാട്ടുപോത്തല്ലേ. പിന്നെ കാണാൻ വേണ്ടി പോയത് പലതരം മങ്കികളെയാണ്. ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് സിംഹവാലൻ കുരങ്ങ്. പക്ഷെ ഇത് സിംഹവാലൻ കുരങ്ങ് ഒരെണ്ണേ ഉള്ളായിരുന്നു അവിടെ നമ്മൾ പോയ സമയത്ത് കാണാൻ വേണ്ടിയിട്ട്. വളരെ ദൂരത്തായിട്ട് ഇതിങ്ങനെ ഇരിക്കുന്നതായിട്ടാണ് നമ്മൾ കണ്ടത്.
അടുത്ത് നമ്മൾ കണ്ടത് ബംഗാൾ കുരങ്ങനെയാണ്. പക്ഷെ അത് കൂട്ടിൻ്റെ അകത്തുനിന്ന് വെളിയിറങ്ങി വന്നിട്ടില്ലായിരുന്നു സംഭവം. നന്നായിട്ട് കാണാൻ പറ്റില്ല. പക്ഷെ ക്യാമറ വെച്ച് സൂം ചെയ്തപ്പോൾ കൂട്ടിനകത്ത് ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഈ സൂര്യ ഒത്തിരി പലയിനം കുരങ്ങളെയും മൃഗങ്ങളെയൊക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് അവർ ഒരുക്കിയിട്ടുണ്ട്, സജ്ജമാക്കിയിട്ടുണ്ട്. വളരെ നല്ല ഒരു ആംബിയൻസ് ആണ്, നമുക്ക് കാടിന്റെ പ്രതീതി ലഭിക്കുന്നുണ്ട് ഇവിടെ നടക്കുമ്പോൾ തന്നെ. ഈ മരം കണ്ടോ, ഇതിന്റെ പേരാണ് ബനായൻ ട്രീ. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മേളിൽ നിന്ന് വേരുകൾ താഴോട്ടിറങ്ങി ഇതിങ്ങനെ കിലോമീറ്ററോളം പന്തിരിക്കും. പക്ഷെ നിർഭാഗ്യവശാൽ ഇവിടെ നിൽക്കുന്നത് വളരെ ശോഷിച്ച ഒരു മരമാണ്. പക്ഷെ ഇതിന്റെ വളരെ ഏകദേശം കിലോമീറ്ററോളം ഇതിങ്ങനെ പടർന്നു പോകുന്ന ഒരു മരമാണ് നമ്മൾ കണ്ടത്. ഇവിടെ ഒരു മൂന്ന് ഐറ്റം ബേർഡ്സ് ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഈ കമ്പി അഴകളിൽ കൂടെ വീഡിയോ എടുക്കേണ്ട പരിമിതികളുണ്ടായിരുന്നു. അതുകൊണ്ട് ക്ലിയർ ആയിട്ട് കിട്ടിയില്ല. എന്നാലും
പക്ഷികളെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങിപ്പോയിരുന്നു. വളരെ നല്ല രീതിയിലാണ്, മികച്ച രീതിയിലാണ് പക്ഷികൾക്ക് വേണ്ടിയിട്ട് അവർ കൂടൊരുക്കിയിരിക്കുന്നത്. കാണാൻ വേണ്ടിയിട്ട് അവരെല്ലാം ഒരുക്കിയിരിക്കുന്നത് വളരെ മികച്ച രീതിയിലാണ്. ഞങ്ങള് ഈ സൂ സന്ദർശിച്ചതിൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പാർട്ട് എന്ന് പറയുന്നത് ഇതാണ്. ഈ ബേർഡ്സിന്റെ ഏരിയ ആയിരുന്നു. ഇത് വെള്ളിമൂങ്ങനെയൊക്കെ കണ്ട് താഴോട്ട് പോകുമ്പോഴത്തേന് ഒത്തിരിയധികം ബേർഡ്സ് നമുക്ക് ഒരുമിച്ച് കാണാൻ കഴിയും. ഞങ്ങൾക്ക് ഇവിടെ ഈ ബേർഡ്സിന്റെ ഈ ഒരു ഏരിയയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ട്രിവാൻഡ്രം സൂവിൽ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് മസ്റ്റ് വാച്ച് ആയിട്ടുള്ളൊരു ഏരിയയാണ്. ബേർഡ്സിന്റെ സങ്കേതം വളരെ മനോഹരമായിട്ട് ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ എന്താ രസമല്ലേ. ഏകദേശം ഒരു 15 മിനിറ്റോളം ഞങ്ങളിവിടെ ചെലവഴിച്ചു ബേഡ്സിനെ കാണാൻ. അതുപോലെ തന്നെ കുഞ്ഞിന് വളരെ ഇഷ്ടപ്പെട്ടു. ബേഡ്സിനെ ഇങ്ങനെ ഇത്രയധികം ബേഡ്സിനെ ഒരുമിച്ച് കാണുന്നത് അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു.
പിന്നെ ഞങ്ങൾ കാണാൻ വേണ്ടി പോയത് ഈ നീർനായകളെയാണ്. വളരെ വലിയൊരു കേജിനകത്ത് ഇതിനെ ഒരുക്കിയിട്ടുണ്ട്. കുളം കെട്ടിയിട്ട് അതിനകത്താണ് നീർനായ ഇട്ടേക്കുന്നത്. നമ്മൾ ഈ വശത്തോട്ട് നോക്കിയപ്പോൾ നമുക്ക് അധികം ഒന്നും കാണാനൊന്നും പറ്റിയില്ല. പിന്നെ നമ്മൾ കറങ്ങി മേൽവശത്തോട്ട് പോയി. അപ്പൊ അവിടെ പോയ സമയത്ത് 4-5 എണ്ണം ഈ കുളത്തിനകത്ത് കിടപ്പുണ്ടായിരുന്നു. സ്ലോത്ത് ഡീറിനെ ഞാൻ കാണാൻ പറ്റിയില്ല. അത് മേലോട്ട് കയറിപ്പോന്നാണ് ഗൈഡിനോട് ചോദിച്ചപ്പോഴത്തേന് പറഞ്ഞത്. സോ അങ്ങനെ സ്ലോത്ത് ഡീർ ഞങ്ങൾക്ക് മിസ്സായി. പിന്നെ ഉണ്ടായിരുന്നത് നമ്മളിങ്ങനെ നക്ഷത്രാമയും അതുപോലെ തന്നെ ഈ ബ്ലൂ ഹെഡഡ് പീജിയൻ ഇതിനെ കാണാൻ വന്നു. പക്ഷെ ഇത് ഗ്ലാസ് ആണ് അവിടെ ഇട്ടേക്കുന്നത്. അതുകൊണ്ട് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു ആ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. ഈ കേജിനകത്ത് കാണുന്നതാണ് ഗീർ വനങ്ങളിൽ മാത്രം കാണപ്പെടുന്ന സിംഹം. ഒരു രാജാവിന്റെ പ്രൗഢിയില് കൂട്ടിനകത്ത് കിടക്കുകയാണ്. പാവം, എന്താ ചെയ്യല്ലേ. ലുക്ക് കണ്ട രാജാവിന്റെ അതേ ഗാംഭീര്യം നിലനിർത്തുന്നുണ്ട്.
ഈ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മാന്റെ ഇനമാണ് സാമ്പാർ ഡീർ. ഇതിന്റെ മ്ലാവ് അല്ലെങ്കിൽ മ്ലാവ് എന്ന് പറയും, നമ്മുടെ നാട്ടിൽ മ്ലാവ് എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. ഇത് നമ്മുടെ കാട്ടി, നമ്മുടെ ഈ വനപ്രദേശത്തൊക്കെ കാണാവുന്ന ഒരു മൃഗമാണ് കാട്ടി. ഇന്ത്യൻ ഗോർ എന്ന് പറയും. ഇതിന്റെ പേരാണ് കൃഷ്ണമൃഗം എന്ന് പറയും. അതിന്റെ കൊമ്പ് കണ്ടു കഴിഞ്ഞാൽ ഐസ്ക്രീം കപ്പ് കമത്തി വെച്ചാലുണ്ട് നീളത്തിന്. ഞങ്ങൾ നോക്കുമ്പോൾ തന്നെ ഒരു ചെറിയ മാൻ ഈ കിടങ്ങിൽ വീണുപോയി. അപ്പം വലിയ മാൻ ഈ കൃഷ്ണമൃഗങ്ങൾ ചാടി വന്ന് അതിനെ കയറ്റാൻ വേണ്ടി നോക്കുകയാണ്. മറ്റേ വെപ്രാളപ്പെട്ട് ഓടുന്നുണ്ട് കുഞ്ഞുമാൻ, ഇങ്ങനെ ഓടുക വെപ്രാളപ്പെട്ട്.
പിന്നെ ഞങ്ങൾ കാണാൻ പോയത് ടൈഗറിനെയാണ്. ടൈഗറിനെ കാണാൻ പോയത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മളിവിടെ ഇങ്ങനെ പുള്ളിപ്പുലി കിടപ്പുണ്ടായിരുന്നു ഇവിടെ. നോക്കിയപ്പോഴത്തേന് നമുക്കിങ്ങനെ ഇതിന് അകത്തോട്ടൊന്നും കാണാൻ പറ്റില്ല. പകരം ഈ സൂം ചെയ്ത് നോക്കിയപ്പോഴത്തേന് അങ്ങറ്റത്തായ രണ്ട് ചെറിയ കുട്ടികൾ കിടപ്പുണ്ട്. കാണുന്നുണ്ടോ? നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? രണ്ട് ചെറിയ കുട്ടികൾ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പുറത്തായിട്ട് കൂട്ടില് വലിയ പുള്ളിപ്പുലിയെ കൂട്ടിയിട്ട് ഉണ്ട്. കണ്ടോ? ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബംഗാൾ കടുവ, വെള്ളക്കടുവ.
നമ്മൾ അത് എല്ലാം കഴിഞ്ഞ ദിവസം ബട്ടർഫ്ലൈ പാർക്കിലാണ് വന്നത്. പക്ഷെ നമുക്ക് ഒന്നും കാണാൻ പറ്റില്ല, ബട്ടർഫ്ലൈസ് ഒക്കെ വളരെ കുറവായിരുന്നു. ഇന്ന് ബട്ടർഫ്ലൈ പാർക്ക് വളരെ ശോചനീയ അവസ്ഥയായിരുന്നു. ഒന്നും എനിക്കൊന്ന് ഉച്ച സമയമായിട്ടായിരിക്കും ബട്ടർഫ്ലൈസിനൊക്കെ കാണാൻ പറ്റാത്തത്. പിന്നെ ഞങ്ങൾ കാണാൻ പോയത് റെപ്റ്റൈൽസിന്റെ ഏരിയ ആണ്. പക്ഷെ അകത്ത് വീഡിയോ ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. അവിടെ മൊബൈൽ ഫോട്ടോഗ്രാഫി അലൗഡ് അല്ലായിരുന്നു. എന്നാലും ഒട്ടനേകം പാമ്പുകളൊക്കെ ഉണ്ടായിരുന്നു അതിനകത്ത്. അനാക്കൊണ്ട, പെരുമ്പാമ്പ്, കിങ് കോബ്ര, പിന്നെ ഇരുതലമൂരി, ഒത്തിരി അനേകം വെറൈറ്റി ഓഫ് സ്നേക്സ് ഉണ്ടായിരുന്നു. പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അവസാനം ഞങ്ങൾ മയിലിനെ കണ്ട് സൂം എക്സിറ്റ് ആയി. ട്രാവൽ പിക് ബൈ ഉണ്ണി എന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക,